ആരോ അവനാരോ മായാജാലം, ആരോ അവനാരോ കാണും സ്വപ്നം, ഒരു കരിമുകിലിനു ചിറകുകളരുളിയ മിന്നലേ, പുതുമഴ മലരുകൾ വിതറിയ കുറുമൊഴി തെന്നലേ. ഹലോ, വെൽക്കം ബാക്ക് ടു പോക്കറ്റ്. അപ്പോൾ ഇതേ നമ്മൾ വരാട്ടുമേടൊക്കെ അടിച്ച് കഴിഞ്ഞ് സ്റ്റേ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളിതേ ഇപ്പോൾ ഇവിടെ ചാർലി ഫിലിമിൽ കണ്ടിട്ടുള്ള ഒരു ചാർലിക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വരാട്ടുമേട് അടിച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ അടിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ കുട്ടും ഇതേ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കുട്ടുമുണ്ട്, കരുണുണ്ട്. അപ്പോൾ നമ്മൾ വരാട്ടുമേട് പോണ അതേ റോഡ് തന്നെയാണ് ഈ ചാർലിക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. വരാട്ടുമേടുക്ക് വേറൊരു സ്ഥലത്തുനിന്ന് തിരിയണം. ലൂബുണ്ട്. അപ്പോൾ വരാട്ടുമേടുക്ക് നമുക്ക് വേറൊരു സ്ഥലത്തുനിന്ന് തിരിയണം. ഞാൻ കറക്റ്റ് വേയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അറിയാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി നമ്മളിപ്പോൾ വാഗമണ്ണിൽ നിന്ന് തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഇപ്പം ഇങ്ങോട്ട് കടന്നിട്ടുണ്ടായിരുന്നു. ആ ചെക്ക് പോസ്റ്റ് ഇങ്ങോട്ട് കടന്ന പാടെ തന്നെ ഇത് ഇടുക്കി ജില്ല ആയിട്ടോ. അങ്ങനെയാണ് നമ്മൾ കുറച്ച് നേരത്തെ മുന്നേ കരിക്കൊക്കെ കുടിക്കാനായിട്ട് നമ്മളവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞതാണ് ആൾ ഇടുക്കിക്കാരനാണെന്നാണ് പറയണത്. ഇവിടുന്ന് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു സ്ലൈറ്റ് റൈറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് വരാട്ടുമേടുക്ക് പോണത്. നമ്മൾ നേരെ തന്നെ ആവണം. അപ്പോൾ ഈ ഒരു ചാർലിക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്തിന് പേര് വന്നത് ആക്ച്വലി ചാർലി എന്ന് പറഞ്ഞ പടം ഇറങ്ങിയപ്പോഴാണ് അവിടെ ചാർലിക്കുളം എന്ന് അറിയപ്പെട്ടത്. വാവ്. ദേ വരാട്ടുമേട് പോകാനുള്ള ആ സ്ലൈറ്റ് റൈറ്റ് റോഡ് ദേ പോണു. വാവ്, അടിപൊളിട്ടാ. ഈ ചാർലിക്കുളത്തിൻ്റെ ശരിക്കുള്ള പേരെന്ന് പറയുമ്പോൾ തെപ്പാക്കുളം എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. അതായത് പീരുമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ലേഡ്രം എസ്റ്റേറ്റ് എന്ന് പറയും. ആ എസ്റ്റേറ്റിൽ പെട്ട സ്ഥലമാണ് ഈ തെപ്പാക്കുളം എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ ഈ പീരുമേട് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് വരാനുള്ളൊരു കാരണം കൂടിയുണ്ട്. പണ്ട് കാലത്ത് ഇവിടെ ഒരു സെയിൻറ്റ് ഉണ്ടായിരുന്നു. പീർ മുഹമ്മദ് എന്നാണ് ആളുടെ പേര്. ഒരു സൂഫി കൂടിയായിരുന്നു ആള്. അതുപോലെ തന്നെ തിരുവിതാംകൂർ റോയൽ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. ആക്ച്വലി പീരുമേട് എന്ന് പറഞ്ഞ പേര് വരാനുള്ളൊരു കാരണം പീർ മുഹമ്മദിലൂടെയാണ് നമുക്ക് പീരുമേട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നാമം തന്നെ ഈ ഒരു സ്ഥലത്തിന് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തെപ്പാക്കുളം എന്ന് പേരുള്ള നമ്മളിപ്പോൾ എല്ലാവരും അറിയപ്പെടുന്ന ചാർലിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പോകുമ്പോൾ കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്കിത് ക്യാപ്ചർ ചെയ്ത് കാണിച്ചു തരുന്നത്. വാവ്. നമ്മളൊരു വലിയൊരു കയറ്റം തന്നെയാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ പീരുമേട് എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ സീ ലെവലിനെയും കാട്ടി 3002 ഫീറ്റ് മുകളിലാണ് കേട്ടോ നമ്മൾ ഈ പീരുമേട് എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യണത്. വാവ്, ഇതേ നോക്കിയ തേയിലത്തോട്ടങ്ങളുടെ ഒരു കൂമ്പാരം. നമ്മളുടെ ഈ പീരുമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഈ പരുന്തുംപാറ. പീരുമേടിലാണ് ഈ പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലം ഉള്ളത്. അതെന്തായാലും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാനുള്ളൊരു സ്ഥലം തന്നെ ഉണ്ട്. ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പരുന്തുംപാറ. ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ഇവിടുത്തെ കാറ്റാണു കാറ്റ്, ഇടുക്കി എന്ന ഇടുക്കി. യെസ്, നമ്മളാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടുക്കിയിലേക്ക് കടന്നപ്പോൾ തന്നെ ഇടുക്കിയുടെ ഒരു ബ്യൂട്ടി നമുക്ക് കാണാൻ വേണ്ടി പറ്റൂട്ടാ. ഇത് രസമല്ലേ. അപ്പം നമ്മളിപ്പോൾ ഇതേ ഏലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇതേ ഫ്രണ്ടിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ ഗ്ലെൻമേരി റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോർഡിൻ്റെ ഇവിടെ തന്നെ അതെ നമുക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ലേഡ്രം എസ്റ്റേറ്റിക്കുള്ള വഴി കേട്ടോ. ഒരു മിനിറ്റ്, നേരടി പോ.
ചങ്ങനാശ്ശേരി രാജാവിൻ്റെ കയ്യിലായിരുന്നു ഈ കുമിളി, കുറ്റിക്കാനം, അതുപോലെ തന്നെ പീരുമേട് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. പിന്നീട് തിരുവിതാംകൂർ രാജാവ് ഈ ഒരു സ്ഥലം നേടിയെടുത്തതിന് ശേഷമാണ് ഇവിടുത്തെ ഈ സ്ഥലങ്ങളൊക്കെ ടൂറിസ്റ്റുകാരൊക്കെ കണ്ടു തുടങ്ങിയത് തന്നെ. അതിനുശേഷമാണ് ഒരുപാട് വഴികളൊക്കെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളതും. ഓരോ വ്യൂ പോയിന്റ്, അതുപോലെ തന്നെ ഓരോരോ അടിപൊളി സ്ഥലങ്ങളും നമുക്ക് ഫോട്ടോഗ്രാഫിക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോരോ പ്ലേസുകൾ കണ്ടുപിടിച്ചത് ഇവരിന് ശേഷമാണ് കേട്ടോ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ കാണുന്ന ടീ പ്ലാന്റേഷനൊക്കെ ഉണ്ടല്ലോ, ഈ ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്കൊക്കെ ഈ ഒരു ടീ പ്ലാന്റേഷനൊക്കെ ഇവിടെ വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ടീ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മുകളിലേക്കുള്ള ഈ റോഡാണ് പോണത്. അതായത് ടീ ഗാർഡൻ എന്താ വായിക്കുക, ചാലറ്റ്സാ, യെസ്, അവിടേക്ക് ഇവിടുന്ന് 1 കിലോമീറ്ററിനാണ് കാണിക്കണത്. അപ്പോൾ അത് ഈ വഴിയാണ് നമ്മൾ കയറുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ചാർലിക്കുളം, അതായത് ഈ തെപ്പാക്കുളം എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്ക് വരാനുള്ള ഈ ഒരു വഴി ഉണ്ടല്ലോ, ഈ വഴി ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. നമുക്ക് നല്ല നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോസ് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഓൾമോസ്റ്റ് എത്തി. അവിടെ എഴുതിയിട്ടുണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി, ട്രസ്പാസസ് വിൽ ബി. അയ്യോ, മറന്നുപോലെ, ഇത് വണ്ടി വേറെയെന്ന്. നമുക്കിത് ഈ വഴിയാണ് കിടക്കാനുള്ളത്. യെസ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ വണ്ടി കടത്തു വിടില്ല. വണ്ടി അവിടെ വെച്ചിട്ട് നടന്നിട്ട് പോകണം കേട്ടോ നമ്മൾ. എന്തായാലും ഇതൊരു അടിപൊളി വ്യൂ ആയി. വണ്ടി നമുക്കവിടെ തിരിച്ച് കൊണ്ടുവച്ചിട്ട് ബാക്കിയുള്ള വീഡിയോസ് ഫോണിലെടുത്ത് കാണിച്ചു തരാം കേട്ടോ. ആ, യെസ്. അപ്പം നമ്മളിത് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ച് നമുക്കിനി കുറച്ച് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഫിലിമിലൊക്കെ കാണുമ്പോൾ അന്ന് നല്ല രീതിക്ക് തന്നെ ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കറൻ്റ്ലി റൈറ്റ് നൗ ചാർലിക്കുളം അതല്ലാന്നുണ്ടെങ്കിൽ തെപ്പാക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. അതായത് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ. ഈ ഒരു ഭാഗത്ത് ഒരു ജൂൺ ടൈമിലൊക്കെയാണ് ഇവിടെ വെള്ളം ഉണ്ടാവുള്ളൂ എന്നാണ് ആ ഒരു ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജനുവരിയാണ്, സ്വാഭാവികം. അപ്പോൾ ഇവിടുത്തെ ഒരവസ്ഥ ഇങ്ങനെ തന്നെ ആവും. എനിവേ, നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് ചാർലിക്കുളം. എന്താ എന്തേ ഇതിൻ്റെ മേലേക്കൊക്കെ വലിഞ്ഞ് കയറി പോകണ്ടിട്ടാ, ഫോട്ടോ എടുത്തരാൻ പറഞ്ഞിട്ടാണ്.
കത്രിക്കാന്ന് പറയത്തില്ലേ, അതിന്റെ ഇത് പുളിന്ന് ചേർക്കുന്ന വീട്ടിൽ കത്രിക്ക. പുളിച്ചക്കത്തിരി അങ്ങനെ എന്തൊരു സാധനം, ഏകദേശം ഒരു സപ്പോർട്ടറൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്. ആ സോറി, ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ ആയിരുന്നു, മാറിപ്പോയതാ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ജൂണ് ആ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചാർലിക്കുളം അത്യാവശ്യം ഫീൽഡായിട്ട് നല്ല ബ്യൂട്ടി ആയിരിക്കും കാണാൻ. ഇന്നിപ്പോൾ നമുക്ക് വെള്ളമൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ കണ്ടത്, എങ്കിലും ഇങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ റൂട്ടിലൂടെയൊക്കെയാണ് ഈ ചാർലിക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം, അതായത് തെപ്പാക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്തേക്ക് വരിക. ഇവിടേക്ക് വരാനുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വരുന്ന വഴിക്കുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിയാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല രസമായിട്ടുള്ള റോഡുകളും കാര്യങ്ങളാണ് നമുക്ക് കിട്ടുക. പിന്നെ പോരാത്തതിന് ചാർലിക്കുളത്ത് വെള്ളം കൂടി ഉണ്ടെങ്കിൽ ആ ഒരു ബ്യൂട്ടി ഫില്ലാവും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു കൊച്ചു വീഡിയോ. വേറൊരു ബൈക്കുമായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ട്രാവൽ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.